എല്ലാവർക്കും നമസ്കാരം. മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ പ്രതാപനും വാമദേവനും കൂടെ ഒരു ഗുണ്ട ഏൽപ്പിക്കുവാണല്ലോ. പ്രതാപൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ഇനി ഇത് പാളത്തില്ല, ഞാനൊരു നല്ലൊരു ഗുണ്ടയാണിത് ഏൽപ്പിക്കാൻ പോകുന്നത്. ഇതുപോലെയുള്ള നിങ്ങൾ ചെയ്ത പോലൊന്നും ഒരു കാരണവശാലും ഇത് ഫ്ലോപ്പ് ആയി പോകത്തില്ല. ഭയങ്കര വിശ്വസ്തനാണ്, അതുമല്ല ഇതിനകത്തൊക്കെ നല്ല പരിചയമുള്ള ആളാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ പ്രതാപൻ ഏൽപ്പിക്കുന്ന ഗുണ്ടയാണെങ്കിലോ അതാണ് രസം. അതായത് പ്രതാപൻ ഏൽപ്പിക്കുന്ന ഗുണ്ടയുടെ ഫ്രണ്ടാണ് നമ്മുടെ മാർക്കോ. അപ്പൊ ആ ഗുണ്ട വന്ന് മാർക്കോയോട് പറയുവാണ്, നീ ഏക്കുന്നോ, ഒരു കൊട്ടേഷൻ വന്നിട്ടുണ്ടെന്ന് പറയുക. അപ്പൊ മാർക്കോ ആണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഏക്കാത്ത ഒരു മനുഷ്യനാണ്, നല്ല മനുഷ്യനല്ലേ. അപ്പൊ പറയുന്നുണ്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ കൂട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഇവനൊന്നും താല്പര്യമൊന്നും ഇല്ല എന്ന്. അങ്ങനെ ലാസ്റ്റ് പറഞ്ഞിട്ട് പറയുവാണ്, ഒരു ദമ്പതികളാണ്, പുള്ളിക്ക് കാല് വയ്യാത്തതാന്ന് പറയുക. അപ്പൊ മാർഗോയ്ക്ക് മനസ്സിലായി ഇത് കണ്ണനും മഹാലക്ഷ്മിയാണ്. അങ്ങനെ ആ ഗുണ്ടയാണെങ്കിൽ ഫോട്ടോ കാണിക്കുവാണ്, ഇത് ഈ പറഞ്ഞ രണ്ട് വ്യക്തികളാണ്. അങ്ങനെ ഫോട്ടോ കാണിച്ചപ്പോഴത്തേനും മാർക്കോയ്ക്ക് മനസ്സിലായി ഇത് കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊല്ലാനുള്ള കൊട്ടേഷനാണ്. ഇത് ആരാ കൊടുത്തതെന്ന് അറിയണം, എന്താണെങ്കിലും ബന്ധുക്കൾ തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെ ആ ഫ്രണ്ടിനോട് ചോദിക്കുവാണ് ആരാ ഇത് കൊടുത്തേക്കുന്നത്, അതൊക്കെ അറിയണം, നമുക്ക് നേരിട്ട് പോവാന്നും പറഞ്ഞ് നമ്മുടെ മാർക്കോടെ ബുള്ളറ്റ് കയറ്റി ഇയാളെയും കൊണ്ട് അവിടെ ചെല്ലുവാണ്. അപ്പൊ പ്രതാപനും വാമദേവനും വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ ഈ ഇവരെ ഏൽപ്പിച്ച ആള് പോയി സംസാരിക്കുവാണ്. അപ്പൊ ചോദിക്കുന്നുണ്ട് ഇയാൾ ആരാന്ന്. അപ്പൊ പറയുന്നുണ്ട് ഇത് മാർക്കോ എന്നാ പേരെന്ന് പറയുമ്പം വാമദേവൻ പറയുക ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടോന്ന്. അതും മറ്റേ പുതിയ മാർക്കോ എന്ന് പറഞ്ഞ പടമില്ലേ വാമേട്ടാന്ന് പ്രതാപൻ പറയുക. മാർക്കോ ആണെങ്കിൽ ഭയങ്കര ഗൗരവത്തിൽ നിൽക്കുവാണ്. അപ്പം പ്രതാപൻ ചോദിക്കുന്നുണ്ട് ഇത് ആരാന്ന്. അപ്പൊ മാർക്കോയാന്ന് പറയുന്നിട്ട് പ്രതാപൻ പറയുവാണ് ഇയാളാ ചെയ്യാൻ പോകുന്നത് പറയുവാണ് ഈ കൂട്ടുകാരൻ. അപ്പൊ പറയുവാണ് ഇങ്ങനെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന കാണുമ്പോഴേ അറിയാം ആള് കിടുവാണ്. അല്ലെങ്കിലും ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരൊന്നും അധികം സംസാരിക്കാറില്ല, അവർ ചെയ്യത്തുള്ളൂ, ഉള്ളി പ്രവൃത്തി മാത്രമേ ഉള്ളൂ, ഇങ്ങനെയുള്ള ഒന്നും സംസാരം ഒന്നുമില്ല. ഇവൻ ആള് മിടുക്കനെ കണ്ടാൽ തന്നെ അറിയാന്ന് പറയുവാണ്. അങ്ങനെ പ്രതാപൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ്. എന്നിട്ട് മാർക്കോ പറയുന്നുണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയണം, ആരാ കൊട്ടേഷൻ തന്നെന്നും പറയണം, ആർക്കാണ് കൊട്ടേഷൻ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താന്നൊക്കെ പറയണം എന്ന് പറയുക. അപ്പൊ പ്രതാപൻ പറയുക കണ്ട അവന്റെ ചോദ്യം കേട്ടോ, ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അറിയാം അവൻ ആള് നല്ല കിടുവാന്ന്, ഇതിനകത്ത് എന്താണെങ്കിലും നമുക്ക് മാറ്റം വരത്തില്ല എന്നൊക്കെ പറയുവാണ്. അങ്ങനെ പൈസയുടെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് മാർക്കോയും കൂട്ടുകാരനോടെ പോവാണ്. മാർക്കോ കൊട്ടേഷനൊക്കെ ഏറ്റെടുത്തിരിക്കുവാണ്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഇവരെ വിളിച്ച് പറയുന്നുണ്ട്, ഉണ്ണിയെയും കരുണയല്ല വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവരിരുന്ന് ചർച്ച ചെയ്യുവാണ് ഇത് എന്തോ ചെയ്യുമെന്ന്. അപ്പം നമ്മുടെ മേഘനും മഞ്ജു അവിടെ ഉണ്ടല്ലോ, വിരുന്നിന് വന്നിട്ടുണ്ടല്ലോ, അവര് വന്ന് പറയുവാണ് ഒന്നും പേടിക്കേണ്ട, പ്രതാപനങ്ങളാണ് കാര്യം ഏറ്റെടുത്തേക്കുന്നത്. അപ്പൊ കരുണ പറയുവാണ് എന്റെ അച്ഛൻ ആ കാര്യം ഏറ്റെടുത്തെങ്കിൽ നടക്കും ഉണ്ണിയേട്ട, തീർന്നിരിക്കുമെന്ന് പറയുവാണ്. അപ്പൊ ദുർഗ എല്ലാം പ്രതീക്ഷിക്കുവാണ്, എന്നിട്ട് കളിയാക്കുവാണ് മഞ്ജുവിനെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഹണിമൂണിന് വിടാന്നൊക്കെ അല്ലായിരുന്നോ പറഞ്ഞിരുന്നതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് അവൻ എങ്ങനെയും തീർന്നു കിട്ടിയാൽ മതി എന്നാണ് ഇവരെല്ലാം പറയുന്നത്. അങ്ങനെ കരുണ ഉറപ്പ് കൊടുക്കുവാണ് അച്ഛനൊരു കാര്യം ഏറ്റെടുത്താൽ നടക്കുമെന്ന് പറയുവാണ്. അതിന്റെ ആശ്വാസത്തിലിരിക്കുവാണ് എല്ലാവരും. ഇതിനിടയ്ക്കാണെങ്കിൽ മോഹിനി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. കണ്ണന് പാൽപ്പായസം കഴിപ്പിക്കാൻ ഒരു ദിവസത്തെ ഫുള്ള് നേർച്ചയും കണ്ണന്റെ പേരിലാന്ന്. അപ്പം മോഹിനി ഇട്ടങ്ങ് കളിയാക്കുവാണ്, നീ ആ പൂജാരിയെ കാണാൻ പോവാണോ അതോ നിന്റെ ഭക്തന്മാര് വല്ലതും അവിടെ ഉണ്ടോ, ലിപ്സ്റ്റിക് ഒക്കെ കണ്ടില്ലേ ഇവളുടെ എന്ന് പറഞ്ഞ് പ്രതാപം കളിയാക്കുവാണ്. പക്ഷെ നല്ല രസമുണ്ടത്. അപ്പൊ പറയുന്നുണ്ട് രണ്ട് പെൺമക്കളുടെ അമ്മയായ എനിക്കാണ് ഇനി കാമുകന്മാരെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പുള്ളിക്കാരി. അപ്പൊ പറയുവാ നിനക്കധികം പ്രായമൊന്നുമില്ല, 45 വയസ്സൊന്നും ആയിട്ടില്ലല്ലോ, ഒന്നാമത്തെ മോള് 18-ാമത്തെ വയസ്സിൽ പ്രസവിച്ചു, രണ്ടാമത്തെ മോള് 10-23. 45 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ, അതുപോലെ ലക്ഷ്മിയെ കണ്ടാൽ നിന്റെ ചേച്ചിയാന്ന് പറയാ, അല്ലെങ്കിൽ നിന്റെ അനിത എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ്. അങ്ങനെ മോഹിനി പറയാണ് നിങ്ങളെ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്നും പറഞ്ഞിട്ട് മോഹിനി അങ്ങ് ഇറങ്ങി പോവാണ് അവിടുന്ന്. അപ്പം പ്രതാപനോട് മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്തിനാണ് ഇതെല്ലാം ഏറ്റെടുക്കുന്നത്, അവന്മാര് ചെയ്യട്ടെ, ഈ വാമദേവനും മേഘനും ഒക്കെ നീ എന്തിനാണ് ഏറ്റെടുക്കുന്നത് പറയുക. അപ്പം നല്ലവനായ അച്ഛനാണ്, കരുണയുടെ നല്ലവനായ അച്ഛനാണ് പറയുവാണ്, അത് വേണ്ടമ്മ ഞാൻ തന്നെ ചെയ്തോളാം, അത് ശരിയാവത്തില്ല, ഒരു പ്രാവശ്യം സംഗതി നടന്നു പക്ഷെ ആള് മാറിപ്പോയതാണ്. അപ്പൊ മുത്തശ്ശി പറയുവാണ് അതാണ് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞത്, അവളും അവളുടെ അമ്മയും എല്ലാം ദൈവത്തെ മുറുകെ പിടിക്കുന്നവരാണ്, വളരെ സൂക്ഷിക്കണം എന്ന് പറയുവാണ്. പക്ഷെ പ്രതാപൻ അത് ആരെയും ഏൽപ്പിക്കാൻ തയ്യാറല്ല, പ്രതാപന് തന്നെ ചെയ്യണമെന്ന് പറയുവാണ്. അങ്ങനെ പ്രതാപനാണല്ലോ കൊട്ടേഷൻ കൊടുക്കുന്നത്. വാമദേവനും മേഘനും ആണെങ്കിൽ പ്രതാപനെ കുരിശ് കയറ്റാൻ വേണ്ടി ഇരിക്കുവാണ്. അങ്ങനെ കരുണയുടെ വീട്ടിലോട്ട് പോവാണ് പ്രതാപൻ കാര്യങ്ങളൊക്കെ പറയാന്, മോള് നീ നന്നായിട്ടിരുന്നു, എന്താണോ അവനെ തീർത്തിരിക്കും, അച്ഛൻ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോവാണ്. അപ്പൊ കരുണ പറയുവാണ് അച്ഛ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിൽ എഴുതുവാന്നാ പറയുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും പ്രതാപൻ മനസ്സിൽ പറയുവാണ് എന്തിനു എഴുതിയാൽ എന്താ, അവനെ കൊല്ലാൻ പോവില്ലേ അവനെ അവളെ.
മേഘനാണെങ്കിൽ ഹണിമൂണിന് പോയേക്കുവാണ്. തിരിച്ചു വരുമ്പോഴത്തേനും തെക്കോട്ട് കിടത്തിയേക്കുന്ന കണ്ണന്റെ തലക്കലിരുന്ന് കരയുന്ന ലക്ഷ്മിയാണ് ഞാൻ കാണാൻ പോകുന്നതെന്നും പറഞ്ഞൊക്കെ മനസ്സിൽ സന്തോഷിച്ചിട്ട് മേഘനും മഞ്ജുവും കൂടെ ഹണിമൂണിനും പോയേക്കുവാണ്. എന്തായാലും നമ്മുടെ മാർക്കോയാണ് കൊട്ടേഷൻ ഏറ്റെടുത്തേക്കുന്നത്. അതുകൊണ്ട് സംഭവങ്ങൾ നടക്കത്തില്ല, പക്ഷെ നല്ലൊരു ട്വിസ്റ്റ് കാണും. എന്തെങ്കിലും പണി ഒപ്പിച്ച് ഇവരെ കൊടുക്കും മിക്കവാറും മാർക്കോ ആയിരിക്കും. ഇനിയും മാർക്കോ കുറച്ചുകൂടെ സ്ക്രീനിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇവരുടെ കൂടെ മിക്കവാറും മാർക്കോയും കാണാനാണ് ചാൻസ്. ഇത്രയുമാണ് റിവ്യൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്